അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് ഹൃദയം അല്ലാഹുവിൽ ലയിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തെ സൃഷ്ടികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജമാദ്, നബാത്ത്, ഹയവാൻ, ഇൻസാൻ ഇങ്ങനെ 4 തസ്തികയിലായി നമുക്ക് കാണാവുന്നതാണ്. ജമാദ് എന്ന് പറഞ്ഞാൽ അചേതന വസ്തുക്കളാണ്, ജീവനില്ലാത്ത സാധനങ്ങൾ, മണ്ണ്, കല്ല്, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ജീവനില്ലാത്ത ജമാദുകൾ, അതിന്റെ നേരെ മുകളിലുള്ള നബാത്ത് വലുതാകുന്ന സസ്യലതാദികളാണ്. അതിൽ ലയിക്കുകയാണ്. മണ്ണിൽ നിന്ന് പോഷകം വലിച്ചെടുത്തുകൊണ്ടാണല്ലോ സസ്യം വളരുന്നത്. അപ്പൊ ഈ ജമാദ് നബാത്തിൽ ലയിക്കുകയാണ്, അലിഞ്ഞു ചേരുക. ഇനി നബാത്തിന്റെ അവസ്ഥയാണെങ്കിലോ, നബാത്തിന്റെ അപ്പുറത്തുള്ള സൃഷ്ടികളാണ് ഹയവാൻ, മൃഗങ്ങള്. നബാത്ത് മൃഗങ്ങളിൽ അലിഞ്ഞു ചേരുക. കാരണം കന്നുകാലികൾ പുല്ല് തിന്നിട്ടാണല്ലോ വലുതാകുന്നതും തടി വെക്കുന്നതും ഒക്കെ. അപ്പൊ നബാത്ത് ഹയവാനിൽ അലിഞ്ഞു ചേരുക. ഹയവാനിന്റെ മുകളിലെ സൃഷ്ടിയാണ് ബുദ്ധിയുള്ള ഹയവാൻ. ഹയവാനും നാത്തിക്കും മനുഷ്യൻ. ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹയവാൻ, മൃഗങ്ങൾ മനുഷ്യരിൽ അലിഞ്ഞു ചേരുക. കാരണം നോമ്പറക്കുമ്പോ ചിക്കനും മട്ടനും കുട്ടനും ബീഫൊക്കെ എല്ലാം വരത്തി തിന്നലുണ്ടല്ലോ. അപ്പൊ ഹയവാൻ ഇൻസാനിൽ അലിഞ്ഞു ചേരുകയാണ്. അന്യൊന്നും അങ്ങനെ ചിന്തിച്ചു നോക്കാണ്. ജമാദ് നബാത്തിൽ അലിഞ്ഞു ചേരുന്നു, നബാത്ത് ഹയവാനിൽ അലിഞ്ഞു ചേരുന്നു, ഹയവാൻ ഇൻസാനിൽ അലിഞ്ഞു ചേരുന്നു. അപ്പൊ ഇൻസാന് പിന്നെ എവിടെ അലിഞ്ഞു ചേരുക? നമ്മളവിടെ എത്തിയിട്ട് നിൽക്കാൻ പാടില്ല, നമ്മളും അലിഞ്ഞു ചേരണല്ലോ. ഓരോ സൃഷ്ടികളും താഴെയുള്ളത് മേലുള്ളതിൽ അലിഞ്ഞു ചേരുക. പിന്നെ മേലുള്ള സൃഷ്ടികൾ ഇപ്പൊ നമ്മളാണ്. നമ്മളെവിടെ അലിഞ്ഞു ചേർന്നില്ല, നമ്മളും അലിഞ്ഞു ചേരണം. എവിടെയാണ് അലിഞ്ഞു ചേരുക? മനുഷ്യന് അലിഞ്ഞു ചേരേണ്ടത് ശാരീരികമായിട്ടല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ഹൃദയമാണ്. ഹൃദയം അലിഞ്ഞു ചേരണം അല്ലാ എന്ന ഓർമ്മയിൽ. അതിനാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധാക്കിയത്. ആ അലിഞ്ഞു ചേരുന്നതിന് തടസ്സം 3 അവയവങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, മനുഷ്യ ശരീരമാകുന്ന ഈ രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഫിറ്റ് ചെയ്ത നാവ്. ഇതാണ് പ്രധാനമന്ത്രി. അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് നോമ്പ്. 2 വയറ് അരച്ചാണ് വലിപ്പേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താ വെച്ചാൽ, അള്ളാഹുവിൽ നിന്ന് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ, അതിലേക്ക് കൊടുക്കുന്നത് ഹലാലായില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകലും. 3-മത്തത് ഗുഹ്യസ്ഥാനം. അതും അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്. ഈ 3-നെയും ബ്രേക്ക് ഇടുന്നതിന്റെ പേരാണ് നോമ്പ്. അസ്സൗമുലി. ആ അസ്സൗമു എന്ന അലിഫ്ലാമിന്റെ ഉള്ളിൽ സൗമ് കയറിയാൽ വലിയ അർത്ഥമുണ്ട്. അത് വലിയ അർത്ഥാണ്. അസ്സൗമുലി. മനുഷ്യന് ഇത്രമേൽ അള്ളാഹുവിൽ അലിഞ്ഞു ചേരാൻ പ്രാക്ടിക്കൽ പുലർത്താൻ പറ്റുന്ന ഒരു സുഹൃതം വേറെ ഇല്ല. ഇസ്ലാം കാര്യത്തിൽ വേറെ ഏതും അത് ബാഹ്യമായ ആളുകൾക്ക് അവരുടെ ബോഡിയിലൂടെ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയത്തിലൂടെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിസ്കാരാണെങ്കിൽ ആളുകൾക്ക് കാണാം, സക്കാത്ത് ആളുകൾക്ക് കാണാം, ഹജ്ജ് ആളുകൾക്ക് കാണാം. പക്ഷെ നോമ്പ് മണത്തിട്ടോ കേട്ടിട്ടോ തൊട്ടിട്ടോ രുചിച്ചിട്ടോ ഒന്നും അറിയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു മാസത്തെ ഒരു പരിപാടി പടച്ചവൻ ഒപ്പിച്ചത് ജമാദ് നബാത്തിൽ അലിഞ്ഞു ചേരും പോലെ, നബാത്ത് ഹയവാനിൽ അലിഞ്ഞു ചേരും പോലെ, ഹയവാൻ ഇൻസാനിൽ അലിഞ്ഞു ചേരും പോലെ, ഇൻസാൻ അവന്റെ ഹൃദയം കൊണ്ട് അല്ലാ എന്ന ഓർമ്മയിൽ അലിഞ്ഞു ചേരാണ്. അസ്സൗമുലി. അവിടെയാണ് അസ്സൗമുലി വരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അള്ളാഹുവിൽ അലിഞ്ഞു ചേരേണ്ട ആളുകളാണ്. അലിഞ്ഞു ചേർന്നാൽ പിന്നെ നമുക്ക് സദാ രസമായി. ഹൃദയത്തിൽ അള്ളാഹ് എന്ന മാരിഫത്തിന്റെ മധുരാണ്ട് കുടിച്ചാൽ പിന്നെ ഏത് സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും പരീക്ഷണ ഘട്ടത്തിലും വരൾച്ച ഘട്ടത്തിലും ക്ഷേമഘട്ടത്തിലും ക്ഷാമഘട്ടത്തിലും ഐശ്വര്യഘട്ടത്തിലും ദാരിദ്ര്യ സമയത്തും രോഗസമയത്തും അനാരോഗ്യ സമയത്തും ക്ഷീണ സമയത്തും ആരോഗ്യ സമയത്തും എല്ലാം അവന്റെ ഹൃദയം സദാ തുടിക്കുന്നതും സ്പന്ദിക്കുന്നതും ചാടുന്നതും ഓർക്കുന്നതും രസിക്കുന്നതും ആഘോഷിക്കുന്നതും മിനല്ലാ ഇലല്ലാ മഅല്ലാ ബില്ലാ ലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹിനെ വായിക്കും പോലെ വായിച്ചാൽ അവിടെ എത്തുക, അൽഹംദുലില്ലയിൽ എത്തുക.
ഖുർആൻ തുടങ്ങുന്നത് ഇഖ്റ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷെ മുസ്ഹഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ്. ഖുർആൻ തുടങ്ങുന്നത് ഇഖ്റ എന്ന് പറഞ്ഞിട്ടാണ്, മുസ്ഹഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വായിച്ചാൽ ഒരു മനുഷ്യനെത്തും ഹംദുലില്ലാ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹിനെ കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ, മോശപ്പെട്ടൊന്നും വിചാരിക്കരുത്. മോശപ്പെട്ടത് വിചാരിക്കാൻ വേണ്ടിയാണ് ഇബ്ലീസ് ഇങ്ങനെ ചുറ്റും നടക്കലായും വസ്വാസ് ഉണ്ടാക്കും. ഖവാത്തിർ എന്നൊരു സംഗതി ഉണ്ട്, അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു പോണോണ്ട് ശിക്ഷ ഉണ്ടാവില്ല, എന്നാലും അതും ഒഴിവാവാൻ അള്ളാഹിനെ കുറിച്ച് പഠിക്കാണ് വേണ്ടത്. എന്റെ അടിമ എന്നെ എന്താണോ കരുതുന്നത് ആ വിചാരിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവുന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ നോക്കൂ, ജുറൈജ് റളിയല്ലാഹു തആലാന്റെ ഒരു കഥ ഒരു കുട്ടി ഇവിടെ പ്രസംഗിച്ചിരുന്നു. ആരാന്ന് എനിക്ക് തോന്നുന്നില്ല, ഏതൊരു വക്തിൽ. അത് ഞാൻ വിഷയം ദീർഘമായിട്ട് പറയില്ല. പർണശാല കെട്ടി അതിൽ ഇബാദത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന പഴയ കാലത്തെ ഒരു അദ്ദേഹം വലിയൊരു ആലിം ഒന്നല്ല, പക്ഷെ ആബിദായിരുന്നു. ഉമ്മ ഇടക്കിടക്ക് കാണാൻ വരും. ഒരു പ്രാവശ്യം കാണാൻ വന്നപ്പോ സുജൂദിൽ കിടക്കാണ്. നിസ്കാരത്തിൽ നിന്ന് ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല, ഉമ്മാനെ ശ്രദ്ധിച്ചില്ല. പലതവണ വന്നിട്ടും കാണാൻ കഴിയാത്ത തിരിച്ചു വന്ന ഉമ്മ അവസാനം മനസ്സുകൊണ്ട് പ്രാവ് എന്ന് പറയില്ല, അന്നെ ഒരു വേശ്യയുടെ മുഖം കാണിച്ചിട്ടല്ലാതെ അള്ളാഹു താല മരിപ്പിക്കാതിരിക്കട്ടെ എന്ന് ഉള്ളിൽ ആ തള്ളന്റെ ഉള്ളിൽ പഠിച്ചു. അത് അതേമാതിരി സംഭവിച്ചു. ഒരു വേശ്യ, പക്ഷെ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താനോ അദ്ദേഹത്തിന് ശാരീരിക ബന്ധത്തിലേക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി മറ്റൊരാളുമായി ഒരു ഇടയനുമായി ബന്ധപ്പെട്ട് അതിൽ ഗർഭം ധരിച്ച് ഈ പെണ്ണ് അങ്ങാടി പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ഇടയിൽ മാന്യനായ ജുറൈജ് ഉണ്ടല്ലോ, ആ ജുറൈജ് എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ ഭ്രൂണത്തിന്റെ ഉടമയാണ്, അദ്ദേഹം കള്ളനാണ് എന്ന് പറഞ്ഞു. ആളുകൾ മുഴുവനെ ഇളകി, പർണശാല അടിച്ച് പൊളിച്ച് നിരപ്പാക്കി. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചൊരു വിചാരം ഉണ്ടായി. ഇവിടെ സത്യപ്പോ വെളിവാവും. എങ്ങനെ വെളിവാവുക? ജുറൈജ് വന്ന ആളുകളോട് തുറന്നു പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, ആ ചെറിയ കൈക്കുഞ്ഞിനോട് ചോദിച്ചാൽ മതി ആ കുട്ടിന്റെ ഉടമ ആരാണെന്ന്, ഞാനല്ല എന്ന് പറഞ്ഞു. ഇവിടെ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, സത്യത്തിൽ ജുറൈജ് അത് പറയാൻ ധൈര്യം കാണിച്ചത് അള്ളാഹു സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പടച്ചോൻ സഹായിച്ചത്, അല്ലാതെ എന്ത് ഗ്യാരണ്ടിയാ അതിനുള്ളത്? കാരണം ചെറിയ കുട്ടികളുടെ വർത്താനം പറഞ്ഞു. ജുറൈജ് ഉറപ്പാണ്, ഞാൻ കുടുങ്ങൂല, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബുണ്ട്. ഇതാണ് വേണ്ടത്. അതാണ് സഫാമലന്റെ മുകളിൽ നിന്ന് ഹാജർ ബീവിന്റെയും കൽബിലുണ്ടായത്. ഇന്നല്ലാഹ മഈ, ആ മഴയത്തിൽ നിന്നാണ് സംസം വെള്ളം ഉണ്ടായത്. അതിനാണ്ടായത് കൽബിന്റെ ഉള്ളിൽ എന്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ള ആ ബോധം ആ കറുത്ത പെണ്ണിന്റെ മനസ്സിൽ ദൃഢരൂഢമൂലമായപ്പോൾ ആ പ്രതീക്ഷയിൽ നിന്ന് കിളിർത്ത വെള്ളമാണ് മാവു സംസം. ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകുക എന്ന് പറഞ്ഞാൽ ആർക്കും യഥേഷ്ടം കുടിക്കാനും എടുക്കാനും പറ്റുന്ന സൗകര്യത്തിലാണ് അവിടെ ഉള്ളത്. ഇത്ര അത്ഭുതകരമായ ഈ ജലാംശം ഉറവ പൊട്ടിയത് ഇസ്മായിൽ നബിന്റെ കാലിന്റെ അടിയിൽ നിന്നല്ല, അത് കാഴ്ചയിലുള്ള ഒരു ചരിത്രമാണ്. പക്ഷെ അതിന്റെ വേരുള്ളത് ഹാജർ ബീവിന്റെ നെഞ്ചിലാണ്. ഇതാണ് നോമ്പോണ്ട് നമുക്ക് വേണ്ടത്. എന്റെ കൂടെ എന്റെ പടച്ചോൻ. എവിടെ എത്തിയാലും ആരുടെ മുമ്പിലാണെങ്കിലും കുടുങ്ങോന്ന് പേടിച്ചാലും രോഗത്തിൽ തളർന്നാലും കടത്തിൽ കുടുങ്ങിയാലും കച്ചവടം പൊട്ടിയാലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്നെ ഒഴിവാക്കൂല, എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും. അത് സലാമത്തിന്റെ വഴിയിൽ എപ്പോൾ എങ്ങനെ തുറക്കുമെന്ന് നമുക്കറിയില്ല. നിരന്തരമായി തോർന്നാൽ ഒരു വാതിൽ നമുക്ക് വേണ്ടി പടച്ചവന് മാറ്റിവെച്ചുണ്ടാവും. അതിന്റെ ഉള്ളിലൂടെ കടക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ദീർഘമായി സുബഹിക്ക് ശേഷം പ്രസംഗിക്കാറില്ല, പിന്നെ എപ്പോഴും പ്രസംഗമാണ്, തറാവിന് ശേഷം സുബഹിന് ശേഷം ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയങ്ങളെ ഇരുത്താതെ ഒരു ക്യാപ്സൂള് തരിക എന്നുള്ളതാണ് ഉദ്ദേശ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിൽ ഒരു മെസ്സേജ് ഉണ്ട്. അള്ളാഹുവിനോട് ഹൃദയം മുറിഞ്ഞ് ഹൃദയം തകർന്ന് അള്ളാഹ് എന്ന ഓർമ്മയിൽ ലയിച്ച് അള്ളാഹിനെ പറയുക കേൾക്കുക എന്നതിലപ്പുറം അള്ളാഹുവിനെ അനുഭവിച്ച് ആ ബോധതലം ഉള്ളിൽ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചൊല്ലിയാൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അതിന് ടേസ്റ്റ് കൂടും. ആ ചൊല്ലി പറയുന്നതിന് വല്ലാത്ത മധുരം ഉണ്ടാവും. ഇനിയിപ്പോ പട്ടിണി കിടക്കാണ് നമ്മൾ. ഇത് പ്രണയത്തിന്റെ പ്രതീകമാണ്. എപ്പോഴാ പട്ടിണി എടുക്കുക? സ്നേഹം ഊക്കൂടുമ്പോഴാണ് കാമുകിക്ക് വേണ്ടി പട്ടിണി എടുക്കുക. സ്നേഹം ഊക്കൂടിയിട്ട് നമ്മൾ പട്ടിണി കിടക്കുകയാണ്. പട്ടിണി കിടന്നിട്ട് നട്ടുച്ച സമയത്ത് എരിവര് കൊള്ളുമ്പോ വയറൊക്കെ ചുക്കിച്ചുളുങ്ങി കുടലൊക്കെ വരണ്ട് തൊണ്ടൊക്കെ വരണ്ട സമയത്ത് ആ വരണ്ട തൊണ്ടയിൽ നിന്നും ഉന്മേഷമുള്ള ഹൃദയത്തിലൂടെ അല്ലാന്നാണ്ട് വിളിച്ചാണ്ടല്ലോ ഒരു ഹിജാബ് ഉണ്ടാവില്ല, ഒരു ഹിജാബ് ഉണ്ടാവില്ല.
ഒരിക്കലും ഉണ്ടാവില്ല. ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഈ ആദമിന്റെ മക്കളുണ്ടല്ലോ, ലാ ഉഫാരിഖുഹു, അവനെ ഞാൻ പിരിയൂല, ഹത്താ തുഫാരിക റൂഹുഹു ജസദ, അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിയുന്നത് വരെ അവന്റെ കൂടെ ഞാൻ സുയിപ്പാക്കണ്ടാവും എന്ന് പറഞ്ഞു അല്ലാഹ്. ഖുദ്സി ഹദീസ, ലമ്മാ അഹബത്തല്ലാഹു ഇബ്ലീസ അലൈഹി ലഅന, ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കിയപ്പോ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞാണ്, എന്നാ എനിക്കൊരു ചാൻസ് തരണം, എന്റെ ഈ ആദമിന്റെ കുട്ടികളെ പിന്നാലെ നടന്നിട്ട് സ്വീപ്പാക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം. അതെന്നെ അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് വരെ ഞാൻ അവനെ പിരിയില്ല, ആ പിരിഞ്ഞാലേ ഞാൻ പിരിയുള്ളൂ, അതുവരെ കൂടെ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, ആയിക്കോട്ടെ, ഈ പോയിക്കോ. ഞാനൊരു പരിപാടി വേറെ കണ്ടിട്ടുണ്ട്. എന്താ അറിയോ, ഞാൻ അവന്റെ എന്റെ ഇടയിൽ തൗബയുടെ വാതിൽ അടക്കൂല, ഹത്താ യുഗിറ, അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. അപ്പൊ ഈ ഒപ്പം കൂടിയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് വഴങ്ങിയിട്ട് വല്ലതൊക്കെ അവർ ഒപ്പിച്ചാൽ തന്നെ റൂഹ് തൊണ്ടയിൽ കുടുങ്ങുന്നത് വരെ അവന്റെ മനസ്സിലുള്ള ഖേദം ഞാൻ സ്വീകരിക്കും, ഈ പൊയ്ക്കോന്ന് അള്ളാഹു തആല അന്ന് അവനോട് പറഞ്ഞതാ. അതുകൊണ്ടാണ് നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരം ഗർഗറത്തിന്റെ സമയം വരെ അള്ളാഹ് നീട്ടി തന്നത്. അത് അവനെ തോപ്പിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുത്തതാണ്. ഗർഗറത്തിന്റെ സമയം വരെ അള്ളാഹ് എങ്ങനെയാണ് തീരുമാനിച്ചത്, നമ്മളെ കാര്യം പോയില്ലേ. ഓരോ ആളുകളും മരിക്കണതിന്റെ ഒരു കൊല്ലം മുമ്പ് വരെ തൗബക്കുള്ള അവസരമുണ്ട്. ഒരു കൊല്ലം വരെയുള്ളൂ. ഒരു കൊല്ലത്തിന് ശേഷം അവൻ മരിക്കാൻ ഒരു 12 മാസം ഉള്ളെങ്കിൽ തൗബ ഇല്ല എന്ന് പടച്ചോൻ തീരുമാനിച്ചാൽ നമുക്ക് എന്തുറപ്പാണുള്ളത്? കാരണം നമ്മൾ ഒരു കൊല്ലത്തിനിടയിൽ മരിക്കുമല്ലേ നമുക്കറിയില്ലല്ലോ. അപ്പൊ എത്ര തൗബ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അല്ല, അള്ളാഹ് എങ്ങനെയാണ് തീരുമാനിച്ചെന്ന് കേട്ടോ. ഓരോ ആളുകൾ മരിക്കണതിന്റെ ഒരു മാസം മുമ്പ് വരെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുകൾ മരിക്കണതിന്റെ ഒരാഴ്ച വരെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുകൾ മരിക്കണതിന്റെ ഒരു മണിക്കൂർ വരെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുകൾ മരിക്കണതിന്റെ ഒരു മിനിറ്റ് വരെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ പൊട്ടും. കാരണം നമ്മൾ പെട്ടെന്ന് അറ്റാക്ക് പിടിച്ച് മരിച്ചാലോ. പക്ഷെ അള്ളാഹ് തീരുമാനിച്ച അങ്ങനെയല്ല. ഓരോ ആളുകളുടെയും റൂഹ് തൊണ്ടയിൽ കുടുങ്ങണ വരെ ഞാൻ തൗബ സ്വീകരിക്കുന്നു. ഈ റബ്ബിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതന്നെ ഇബ്ലീസിനെ വായടപ്പം മറുപടി കൊടുത്തിട്ട് കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്താൻ വേണ്ടി പടച്ചോൻ പറഞ്ഞതാണത്. അതുകൊണ്ട് അവന് നമ്മൾ മരിക്കണ വരെ നമ്മളെ പിന്തുടർന്നാലും, അവൻ പിന്തുടർന്നിട്ട് വല്ല കുഴിയിൽ നമ്മൾ ചാടിച്ചാലും ആ ചളിന്ന് രക്ഷപ്പെടാനുള്ള ജലാംശം തൗബക്ക് അല്ലാഹു തആല വറ്റാതെ വരണ്ടാതെ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അത് മുങ്ങേണ്ട ആവശ്യമുള്ളൂ, അതെടുത്തിട്ട് കൽബ് കഴുകേണ്ട ആവശ്യമുള്ളൂ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട 2 സാധനം കൊണ്ടാണ് പ്രത്യേകിച്ച്. ഒന്ന് മണ്ണ്, മറ്റൊന്ന് വെള്ളം. ഈ സൃഷ്ടിക്കപ്പെടാൻ അള്ളാഹു സ്രോതസ്സായി പരിഗണിച്ച 2 കൊണ്ടാണ് ശരീരം ശുദ്ധിയാക്കേണ്ടത്. വെള്ളം കൊണ്ട്, വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണുണ്ട്. കാരണം എന്താ, അത് 2 കൊണ്ടാണ് നമ്മൾ ഉണ്ടായത്. എന്നാ കൽബ് ശുദ്ധിയാക്കേണ്ടത് മണ്ണുകൊണ്ടല്ല, വെള്ളം കൊണ്ടല്ല. വെള്ളം കൊണ്ടാണ്, പക്ഷെ അത് ഹൗലിൽ നിന്നുള്ള വെള്ളമല്ല, ഈ കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ്. അതിനാണ് അസ്സൗമുലി, അതിനാണ് നോമ്പ്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. യഥാർത്ഥ സ്വാഇമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അസ്സൗമുലി എന്ന് പറഞ്ഞ ആലിഫ്ലാമിൽ കയറിയ സൗമിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. അതിന് പകരമായി നിന്റെ ലിഖാഹ് സമ്മാനം തരുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നോമ്പ് നോറ്റ് അത് അവസാനം പട്ടിണിയിൽ കലാശിച്ച് പരാജയപ്പെടുന്ന പട്ടികയിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഹൃദയം നീ ശുദ്ധിയാക്കണേ അല്ലാഹ്, ശരീരം നീ ശക്തിയാക്കണേ അല്ലാഹ്, ജീവിതം നീ സുഗമമാക്കണേ അല്ലാഹ്, മനസ്സ് സമാധാനപൂർണ്ണമാക്കണേ അല്ലാഹ്. സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളാണ് ഞങ്ങളെ വലയം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഗീയവാദികളുടെയും ക്രൂരമായ കരാളഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ വെള്ളത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഓക്സിജനിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ നാട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഗ്രാമങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, മനുഷ്യരിൽ സമാധാനം നൽകണേ അല്ലാഹ്, വിശാല മനസ്കത നൽകണേ അല്ലാഹ്, ഐക്യം നൽകണേ അല്ലാഹ്, മാനവികത നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിക്കുന്ന നാട്ടിൽ സുരക്ഷിതത്വവും സമാധാനവും നൽകണേ അല്ലാഹ്. ഞങ്ങൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും വിഷമുള്ള കാലമാണ്. ഞങ്ങൾ അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, മാരകാവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പെടുന്നതിനെ മരിപ്പിക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്, കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്, അറ്റാക്ക് കൊണ്ട് നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, ക്യാൻസർ കൊണ്ട് തകർക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ തളർന്നു വീഴുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
ചൂടുകാലത്ത് നോമ്പ് നോറ്റ് നിന്നിലേക്ക് അടുക്കാനുള്ള വാതിൽ തുറന്നു തരണേ അല്ല. റയ്യാൻ ഞങ്ങൾക്ക് മാറ്റിവെക്കണേ അല്ല. റയ്യാനിൽ വിളിക്കപ്പെടുന്നവരിൽ പെടുത്തണേ അല്ല. അള്ളാഹുവേ, കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ല, കൃഷിക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ല, തൊഴിലാളികൾക്ക് ബർക്കത്ത് നൽകണേ അല്ല, അധ്യാപകന്മാർക്ക് ബർക്കത്ത് നൽകണേ അല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ബർക്കത്ത് നൽകണേ അല്ല, പഠിതാക്കൾക്ക് ഗ്രാഹ്യശേഷി നൽകണേ അല്ല. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല. ആ ആയുസിൽ ത്വാഅത്തിനും ദഅവത്തിനും ഖിദ്മത്തിനും അല്ലാഹുവേ ഭാഗ്യം നൽകണേ അല്ല. ഇടപെടുന്നതിൽ, തൊടുന്നതിൽ, സമീപിക്കുന്നതിൽ, പറയുന്നതിൽ, ചിന്തിക്കുന്നതിൽ ബർക്കത്ത് നൽകണേ അല്ല. സമ്പത്ത്, സന്താനം, സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല. എല്ലാ ഹസനാത്തും ഞങ്ങളുടെ സ്വീകരിക്കണേ അല്ല. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. ഈ നാളത്തെ പൊരുത്തത്തിന് കാരണമാക്കണേ അല്ല. മരിച്ചുപോയവരുടെ ഖബർ സന്തോഷാക്കണേ അല്ല, വിശാലമാക്കണേ അല്ല. ഞങ്ങൾ ഖബറാകുന്ന ഏകാന്തതയുടെ തടവറയിൽ നാളെ താഴ്ത്തപ്പെടുന്ന സമയത്ത് മുത്തഖീങ്ങളുടെ ആതിഥേയത്വം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين السلام عليكم.